ഇത് പാലുണ്ടെന്ന് പോത്തല് റോഡിന് കയറിയാൽ കാട്ടിച്ചിറ കഴിഞ്ഞാൽ വളയമ്പടി വരെയുള്ള സ്ഥലത്തിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങളാണ് ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ പിടിക്കുന്നത്. ഇതിവിടെ ഒരു അംഗൻവാടിയാണ്. അങ്കണവാടി ഈ ചമ്പത്തൂർ അങ്കണവാടിയാണിത്. അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള വീടുകളാണിത്. ഇതുപോലെ ആ സൈഡിൽ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സൈഡിൽ ആ സൈഡിൽ താഴോട്ട് ഇങ്ങനെ ലൈനായിട്ട് വീടുകളാണ്. ആ വീടുകൾ ജനങ്ങൾ താമസിക്കുന്ന ഈ ജനവാസം ഉള്ള ഭാഗങ്ങളിൽ ഇത്രയും ഭാഗം ഈ കാണുന്നതൊക്കെ ഫോറസ്റ്റായിട്ട് കിടക്കുന്നതാണ്. മുള കട്ടിട്ടെല്ലാം ഇടിഞ്ഞ് പോയതിന് ശേഷം ആ അരി വീണുകൊണ്ട് മുളച്ചതാണിത്. ഇതുപോലെയുള്ള പന്നിശല്യം ഭയങ്കരമാണ് ഇവിടെ, അത് വേറെ കാര്യം. അതിൻ്റെ ഇടയിൽ ഈ കിടക്കുന്നുണ്ടല്ലേ, ഇതൊക്കെ വേസ്റ്റ് കെട്ടിയതാണ്. ഈ ഇവിടുന്ന് ഇങ്ങനെ ഓരോരുത്തർ കൊണ്ടുവന്ന് വേസ്റ്റ് ഇടുന്നതാണിത്. അതിൻ്റെ ഉള്ളിലാ കാണുന്നതൊക്കെ വേസ്റ്റാണ്. അത് റോട്ടുമ്മ കൂടി വണ്ടി പോകുമ്പോൾ ഒരൊറ്റ ഏറ്, കാരണം ആൾക്കാർ കണ്ടാൽ പ്രശ്നമാകുന്ന എഴുതിയിട്ടായിരിക്കും. ഇവിടെ കണ്ടോ, ഇതൊന്നായിട്ട് വേസ്റ്റ് കൊടുന്ന് കൂട്ടിയതാണ്. ഇതുപോലെ ഓരോരുത്തരും കല്യാണം കഴിഞ്ഞാൽ സൽക്കാരം കഴിഞ്ഞാലൊക്കെ ഉള്ള വേസ്റ്റുകളൊക്കെ കൊടുന്ന് ഇതുപോലെ രാത്രി സമയങ്ങളിൽ കൊടുന്ന് തട്ടുമ്പോൾ മൃഗശല്യം ഞങ്ങൾക്ക് ഈ ഭാഗങ്ങളിൽ വളരെ കൂടുതലാണ്. ഈ പരിസരത്ത് താമസിക്കുന്നവർക്ക് ഈ മൃഗശല്യം സഹിക്കാൻ വയ്യാത്തൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ ഇതിന് ആ അംഗൻവാടി ബോർഡ് കാണുന്നതിൻ്റെ അവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ 2 ക്യാമറകളുണ്ട്. അത് രണ്ടും ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. പിന്നെ മാത്രമല്ല, ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വളവിൽ ഈ ക്യാമറ വർക്ക് ചെയ്താൽ തന്നെ ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ടുള്ള ശല്യം കുറയില്ല. ഇനിയിപ്പോൾ വേസ്റ്റ് ഇതൊന്നല്ല കേട്ടോ. ഞാനിപ്പോൾ ഒരുപാട് സമയം ഇതിലിങ്ങനെ നടന്ന് പിടിച്ചാൽ അതിന് മാത്രമുള്ള ഒരിതില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇത് 1-2 ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചത്. ഇത് കണ്ടോ, ഇതിനുള്ളിൽ കൂടിയൊക്കെ വേസ്റ്റ് തട്ടിയേക്കാണ്. ഇതിങ്ങനെ അങ്ങറ്റം. അപ്പോൾ ഈ നായ്ക്കളെ ശല്യം, ഈ തെരുവ് നായ്ക്കളെ ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു ഭാഗം കൂടിയാണിത്. കാരണം നായ്ക്കൾക്കൊക്കെ വന്ന് നിൽക്കാൻ പറ്റിയ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി കാണുന്നത് മുഴുവനും വേസ്റ്റ് കൊടുന്ന് തട്ടിയതാണ്. അത് ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളും എല്ലാം ഈ കൂട്ടത്തിൽ കൊടുന്ന് തട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വല്ല ഒരു ക്യാമറ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തിരക്കിടില്ല. ഞങ്ങൾക്ക് ഇവിടെ ഈ പരിസരത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ഒരു കത്തിയും കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറാനോ ഇവിടെ ഒന്ന് വെട്ടി വൃത്തിയാക്കാനോ പറ്റില്ല. കുറേ മുമ്പ് വന്നൊരു ഉദ്യോഗസ്ഥൻ ഇവിടെ പറഞ്ഞിരുന്നു, നിങ്ങൾ അടിക്കാട് വെട്ടി വൃത്തിയായിക്കോളി, മരങ്ങളൊന്നും ചെയ്യരുത്, അതുപോലെ തീയിടുകയും ചെയ്യരുതെന്ന്. എന്നാൽ വേറൊരു അതിലും ഉയർന്നൊരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് ഒരു ദിവസം അവിടെ അടിക്കാട് വെട്ടിയത് കണ്ടിട്ട് ഉദ്യോഗസ്ഥൻ വന്നിട്ട് പറഞ്ഞു തൊടാൻ പാടില്ല, ഫോറസ്റ്റാണ്. ഇതിൻ്റെ ഇടയിൽ എന്താ ചെയ്യാൻ പറ്റുക? ഇതൊക്കെ ജനങ്ങൾ താമസിക്കുന്ന വീടുകളാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ ഇതുപോലെയുള്ള വീടുകൾ, ഒരുപാട് വീടുകൾ ഈ താഴെ സൈഡിൽ കൂടി ഈ കാണുന്ന ഫോറസ്റ്റിൻ്റെ അങ്ങേ സൈഡ് വീടുകളാണ്. ഇപ്പോൾ ഇത് കണ്ടോ, ഓരോരോ ചാക്ക് കെട്ടി കൊടുന്നുകൊണ്ടൊക്കെയാണ് ഇതുപോലെ ഇട്ട് കണ്ടോ, ചാക്ക് കെട്ടി വെച്ചൊക്കെയാണിത്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഇവിടെ ഭയങ്കരമാണ്. ഇതിന് വേണ്ടപ്പെട്ട ആൾക്കാരെ കണ്ടുകൊണ്ട് പരാതി പറഞ്ഞിട്ട് എന്ത് കാര്യം നേടാനാണ്? ഒന്നുകിൽ ഇതിൻ്റെ ഈ അടി കാണുന്ന കാടുകൾ വെട്ടി മാറ്റാനുള്ള ഒരു സംവിധാനം കിട്ടണം. അതല്ലെങ്കിൽ ഈ വേസ്റ്റ് തട്ടുന്നതിന് വല്ല ക്യാമറകളും സ്ഥാപിച്ചുകൊണ്ട് അതിനൊരു ഇതാകും. ഇപ്പോൾ ഈ സൈഡിൽ കൂടി താമസിക്കുന്ന വീട്ടുകാർക്ക് യാതൊരു സുരക്ഷിതത്വം ഇല്ലാത്തൊരു പ്രവൃത്തിയാണ് ഇപ്പോൾ ഈ ഭാഗത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാത്രി സമയങ്ങളിൽ കൊടുന്ന് തട്ടുന്നതുകൊണ്ട് നമുക്കത് കാണാനും പറ്റുന്നില്ല. കാരണം കാറൊക്കെ വന്നുകൊണ്ട് ഇവിടെ കള്ളു കുടിക്കാനും കഞ്ചാവ് വലിക്കാനും ഓരോ വാഹനങ്ങൾ കൊടുന്നുകൊണ്ട് നിർത്തിയിടും. ഈ രാത്രിയിൽ എന്താണ് ഏതാണെന്ന് അറിയാൻ ഞങ്ങൾ കയറി വന്നാൽ തന്നെ ആ വാഹനത്തിൽ 2 ആളിരിക്കുന്നതിന്, ഇപ്പോൾ റോഡ് സൈഡിൽ ഇരിക്കുന്നതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്തരം ഒരു എല്ലാം തട്ടിക്കഴിഞ്ഞിട്ട് വണ്ടി അവിടുന്ന് മാറ്റിയിട്ട് കണ്ടാണ് ഇരുന്നുകൊണ്ട് ഈ പരിപാടികളൊക്കെ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഒരു മേഖലയായി മാറിയിരിക്കുകയാണ് നമ്മളെ ഈ ഫോറസ്റ്റ് ഭാഗങ്ങൾ. ഇതിനൊരു പരിഹാരം കാണാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. സത്യത്തിൽ ഇത് വീഡിയോ പിടിച്ച് വിടുന്നു എന്നല്ലാതെ നിയമപരമായിട്ട് നീങ്ങാനോ അല്ലെങ്കിൽ ഇതിന് ആരെ കണ്ടുകൊണ്ട് കംപ്ലയിൻറ്റ് ചെയ്യണം, ഇതൊന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാനിതിങ്ങനൊരു വീഡിയോ പിടിച്ചിട്ട് ഇതിൽ കൂടെ വിടാനുള്ളത്. ഇത് അറിയുന്നവർ, ഇതിനെക്കുറിച്ച് അറിയുന്നവർ എന്ത് ചെയ്യണം എന്നുള്ളതിന് എന്തെങ്കിലും ഒരു വിവരങ്ങളൊക്കെ തരികയാണെങ്കിൽ അതേമാതിരി കൈകാര്യം ചെയ്യാൻ ഞാനും ഇവിടെയുള്ള ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. അതിന് എല്ലാവരും ഒന്ന് സഹായിക്കുക. ഇതൊന്ന് ഷെയർ ചെയ്ത് എത്തേണ്ട ഭാഗങ്ങളിൽ എത്തിക്കാൻ സഹായിക്കും എന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ വീഡിയോ വിടുന്നത്. ഈ ഇറങ്ങിപ്പോകുന്ന വഴികളൊക്കെ വീട്ടിലേക്കാണ്. അവിടെ ഇതിൻ്റെ ഇടയിൽ കൂടി കാണുന്നതൊക്കെ വീടുകളാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞാനും ഈ ഒരു ഭാഗത്ത് താമസിക്കുന്ന ഒരാളാണ്.
അപ്പോൾ എല്ലാവർക്കും ഇത് വല്ലാത്തൊരു ശല്യമായി മാറിയിരിക്കുകയാണ്. കാരണം കുട്ടികളും മക്കളൊക്കെ ഉള്ള ആൾക്കാരല്ലേ, ഒക്കെ ഒന്ന് വൈകുന്നേരമായി കഴിഞ്ഞാൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. ഈ പകൽ സമയത്ത് തന്നെ ഈ വാഹനങ്ങൾ പോകുമ്പോഴും കൂടി പട്ടികൾ പുറകെ കൂടുമ്പോൾ വാഹനങ്ങൾ നിർത്തിയാണ്ട് ആട്ടി ഓടിക്കുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതൊന്ന് ഹെൽപ്പ് ചെയ്യണം, എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് ഇത് എത്തേണ്ട ഭാഗത്തേക്ക് എത്തിക്കുക. ഇത് കാണുമ്പോൾ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയ ഉള്ളവർ ഒന്ന് പറഞ്ഞു തരികയും വേണം. ഓക്കെ.